ചക്കര കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാം ഹാപ്പിയാണോ? എനിക്കറിയാം, ഒരു ദിവസം അവധി കിട്ടുമ്പോൾ കാത്തിരിക്കുന്നൊരു പ്രോഗ്രാമാണ് ബട്ടർഫ്ലൈസ്. എന്നെ പലരും വിളിച്ചു പറയാറുണ്ട്, അച്ഛാ സൂപ്പറാ. ചിലരൊക്കെ പാട്ടൊക്കെ കഴിഞ്ഞ് വിളിച്ചു പറയുന്നുണ്ട്, അച്ഛാ പ്രോഗ്രാം അടിപൊളിയാ, കിടിലനാ. കഴിഞ്ഞ ദിവസം ഒരപ്പച്ചൻ വിളിച്ചിട്ടുണ്ടോ പറയാ, അച്ഛാ ബട്ടർഫ്ലൈസ് ഉണ്ടല്ലോ പൊളപ്പനാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഓടി ഓടി ജോനഥനും ജോഷുവായും ഏബലും ഏഡനും നവീനും ജോബിനും റോബിനും എല്ലാം ഒരുങ്ങി. ഇതേണ്ടോ ഒരാൾ വേദപുസ്തകം എടുത്തുകൊണ്ട് പൊക്കി കാണിക്കുന്നത്, ഞാൻ വേദപുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. യെസ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കും വേദപുസ്തകവും പേനായും പെൻസിലും എല്ലാമായിട്ട് വന്നിരിക്കും. നമ്മൾ പുതിയ പാട്ട് പഠിക്കും, അതെഴുതും, കഥ പഠിക്കും, അതിൻ്റെ മോറൽ എഴുതും, നമ്മളത് കഴിഞ്ഞിട്ട് ഒരു പാഠം പഠിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ബലം നൽകുന്നതാണ്. യേശുപ്പച്ചനോട് കൂടെ നടക്കാനോട് ഇടയാക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് കരുത്ത് നൽകുന്നതാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, യേശു കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശു ജീവിതത്തിൽ ഇല്ല എങ്കിൽ അത് ശൂന്യമാണ്, ഇരുണ്ട അവസ്ഥയാണ്. യേശു കൂടെ ഉണ്ടെങ്കിൽ യെസ്, ഐ ആം എ ഹീറോ, ഞാൻ വലിയവനാണ്. വേറെ ആര് കൂടെ നിൽക്കുന്നതിനേക്കാളും യേശു കൂടെ നിൽക്കുന്നതാണ് ഏറെ ബലം. അങ്ങനെയെങ്കിൽ ഏറിയ ബലം നമുക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. അത് നമ്മൾ ഗീതത്തിൽ കൂടെയും പാട്ടിൽ കൂടെയും അത് നമ്മുടെ ലെസണിൽ കൂടെയൊക്കെ നമ്മൾ പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റിലോട്ടൊന്ന് പോകാം. ആദ്യത്തെ സെഗ്മെൻറ്റ് ഒന്നായി പാടാം. ഹലോ കൂട്ടുകാരെ, വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു. വീണ്ടും ഒരു നല്ല പാട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടുകളൊക്കെ ഇങ്ങനെ മറ്റുള്ളവരൊക്കെ പാടി കേൾപ്പിച്ചോ, ആക്ഷനൊക്കെ കാണിച്ചെന്നാണ് ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിരുന്നു എന്ന്. ചിലരൊക്കെ അതിനെ കളിയാക്കിയെന്നൊക്കെ പറയുന്നത് കേട്ടു. ശരിയാണോ? അല്ലല്ലേ, നിങ്ങളെ കളിയാക്കിയൊന്നുമില്ലേ? നല്ല പിള്ളേരല്ലേ എല്ലാവരും. നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊക്കെ അടിയുണ്ടാക്കുന്നു എന്ന് ചില കംപ്ലൈൻറ്റൊക്കെ മിസ്സുമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നല്ല കുട്ടികളാണ്. എങ്കിൽ പിന്നെ നല്ല കുട്ടികളായിരിക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് നല്ലൊരു ഹിന്ദി പാട്ട് അങ്ങോട്ട് പഠിക്കാം. ഈ ഹിന്ദി പാട്ടിൻ്റെ അകത്ത് ഒരാൾ നമുക്ക് വേണ്ടി മരിച്ച കാര്യം പറയുന്നുണ്ട്. പക്ഷെ മരിച്ചിട്ട് നമുക്ക് വേണ്ടി വേറൊരു വലിയ കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? നമ്മുടെ പാപങ്ങളൊക്കെ അങ്ങ് കഴുകിക്കളഞ്ഞു. നമ്മളൊക്കെ ചെറുതും വലുതായ തെറ്റുകൾ ചെയ്യുന്നവരാണല്ലേ. ചിലപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അപ്പോഴത്തെ കുട്ടിയുടെ ബോക്സിന് നല്ല പുതിയൊരു റബ്ബർ ഇരിക്കുന്നു. അറിയാതെ ഒരു കൈ അങ്ങോട്ട് പോയി ഇങ്ങനെ എടുത്ത് അല്ലേ, അങ്ങനെ ചെയ്യുന്ന ചിലരില്ലേ? ചെറുതും വലിയമായ കള്ളങ്ങൾ പറയുന്നവരില്ലേ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ നമ്മുടെ അങ്ങ് കഴുകിക്കളയുന്ന ഒരാളെ പറ്റിയുള്ള പാട്ടാണിത്. ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് ഈ പാട്ട് പഠിക്കാം. ഹിന്ദി സോങ് ആണ്. തുരുരുരു തുരുരുരു എന്ന് തുടങ്ങും. മേരാ പ്യാരാ യാര എന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ലൈൻ, സ്റ്റാൻസായുടെ. ഓക്കെ, എന്നാൽ പാട്ട് കേൾക്കാം നമുക്ക് ആദ്യം. തുരുരുരു 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 തുരുരുരുരുരുരുരു. മേരാ പ്യാരാ യാരാ യേശു മസീഹ്, തേരാ പ്യാരാ യാരാ യേശു മസീഹ്, മേരാ പ്യാരാ യാരാ യേശു മസീഹ്, തേരാ പ്യാരാ യാരാ യേശു മസീഹ്. तूने हमको नया जीवन दिया, तूने हमारे पापों से बचाया, हम सदा गुणगान करते रहेंगे. प्रभु यीशु के नाम की जय, बोलो जय मिलकर जय यीशु 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 की जय. तुरुरुरु 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 തുരുതുരുരുരുരുരു. ഇത്രയേ ഉള്ളൂ മേരാ പ്യാരാ യാര എന്ന് പറയുന്ന ഹിന്ദി പാട്ട്.
അല്ലേ? ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഈ തുരുരുരുരുരുരു തെറ്റിദ്ധരിക്കേണ്ട, വെറുതെ ഒരു സ്റ്റൈലിനിട്ടൊരു സാധനമാണ് അല്ലേ? നമുക്ക് ഈ ആക്ഷനൊക്കെ കളിക്കാനൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റിന് വേണ്ടി ഡാൻസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബിഗിനിങ് ആണ്. തുരുരുരു തുരു. എന്നിട്ട് മേര പ്യാരാ യാരാ യേശു മസീഹ്, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാണ്? യേശു മസീഹ അല്ലേ? യേശു മസീഹയാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. എന്നിട്ട് തേരാ പ്യാരാ യാരാ, നിങ്ങളുടെയും സ്വന്തം കൂട്ടുകാരൻ യേശു തന്നെയാണ്. തേര തേര പ്യാരാ യാരാ യേശു മസീഹ്. എന്നിട്ട് തൂനെ ഹംകോ നയ ജീവൻ ദിയ, യേശു എന്താണ് നമുക്ക് തന്നത്? പുതിയൊരു ജീവൻ അല്ലേ? ഈ പുതിയ ജീവനിൽ തൂനെ ഹമാരെ പാപോ സേ ബചായ, നമ്മുടെ പാപങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് ഹം സദാ ഗുൻഗാൻ കർത്തേ രഹേംഗേ, നമ്മളപ്പോൾ എന്ത് ചെയ്യണം? എപ്പോഴും ദൈവത്തിന് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രഭു യേശു കെ നാം കീ ജയ്, യേശുവിന് ജയം പാടി നമ്മൾ നടക്കണമെന്നാണ് ഈ പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്കിൽ പിന്നെ ലൈൻ ബൈ ലൈൻ നമുക്കൊന്ന് ആദ്യം തൊട്ട് പഠിച്ചു നോക്കാം. തുരുരുരു തുരുരുരു തുരുരുരു, പഠിക്കേ. വെരി ഗുഡ്. അടുത്ത ലൈൻ തുരുരുരു തുരുരുരു തുരുരുരു. ആ ഗുഡ്, ഹമ്മി എന്ന രീതി അല്ലേ? എന്നിട്ട് അത് 2 ടൈംസ് ഉണ്ട്. എന്നിട്ട് അടുത്ത ഫസ്റ്റ് സ്റ്റാൻസ വരുന്നത് മേര പ്യാരാ യാരാ യേശു മസീഹ്, പഠിക്കേ. മേരാ യേശു മസീഹ്, വെരി ഗുഡ്. തേരാ പ്യാരാ യാരാ യേശു മസീഹ്, ഗുഡ്. മേരാ പ്യാരാ യാരാ യേശു മസീഹ്, തേരാ പ്യാരാ യാരാ യേശു മസീഹ്. ഇത്രയും പഠിച്ചു. അടുത്ത ലൈൻ തൂനെ ഹംകോ നയാ ജീവൻ ദിയ, പഠിക്കേ. तूने हमारे पापों से बचाया, ചായ അല്ല ബച്ചായ, രക്ഷപ്പെടുത്തി. तूने हमारे पापों से बचाया, वेरी गुड. हम सदा गुणगान करते रहेंगे, गुड. प्रभु यीशु के नाम की जय, बोलो जय मिलकर जय यीशु की जय. അത് ഇച്ചിരി ഹെവി ആയിട്ട് പാടണം, ഉറക്കെ പാടിക്കേ. ബോലോ ജയ് മിൽക്കർ ജയ് യേശു കി ജയ്, ബോലോ ജയ് മിൽക്കർ ജയ് യേശു കി ജയ്. ആ രണ്ട് ലൈൻ റിപ്പീറ്റേഷനുള്ള 2 ലൈൻ നമുക്ക് ഒരുമിച്ച് പാടാം. 1 2 3. ബോലോ ജയ് മിൽക്കർ ജയ് യേശു കി ജയ്, ബോലോ ജയ് മിൽക്കർ ജയ് യേശു കി ജയ്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും തുരുരുരു തുരുരുരു പാടി അങ്ങ് പോവുകയാണ്. എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് മ്യൂസിക് കൂടി ഇട്ട് നമുക്ക് പാട്ട് ഒരുമിച്ച് പാടാം. ആർ യു റെഡി? Then let's start. Turururu turururu turururu, turururu turururu turururu, turururu turururu turururu, turururu. मेरा प्यारा यारा यीशु मसीह, तेरा प्यारा यारा यीशु मसीह, मेरा प्यारा यारा यीशु मसीह, तेरा प्यारा यारा यीशु मसीह. तूने हमको नया जीवन दिया, तूने हमारे पापों से बचाया, हम सदा गुणगान करते रहेंगे. प्रभु यीशु के नाम की जय, बोलो जय मिलकर जय यीशु 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 की जय. तुरुरुरु तुरुरुरु तुरुरुरु, तुरुरुरु तुरुरुरु तुरुरुरु, तुरुरुरु तुरुरुरु तुरुरुरु, ഗുഡ്. അപ്പോൾ കൂട്ടുകാരെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഈ പാട്ട് പാടിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും പാട്ടൊക്കെ നന്നായി പഠിച്ച് നന്നായിട്ട് അതിൻ്റെ മീനിങ്സ് ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് നമ്മൾ ജീവിക്കണം. ഓക്കെ, ഈ പാട്ട് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പാടി കേൾപ്പിക്കണം, സൺഡേ സ്കൂളിലൊക്കെ പോയി പാടണം. സോ ഓൾ ദ ബെസ്റ്റ്. എങ്കിൽ പിന്നെ നമുക്ക് ഇന്നത്തെ പാട്ടുപഠിത്തം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് വീണ്ടും വീണ്ടും പാട്ടുകൾ പഠിക്കാനുണ്ടല്ലേ. അടുത്ത ആഴ്ച വീണ്ടും ഒരു പാട്ടുമായിട്ട് വരുന്നതായിരിക്കും. അൺടിൽ ദെൻ, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.
മേരാ പ്യാരാ യാരാ യേശു മസീഹ്, അവൻ്റെ അടുത്തൊക്കെ ആടി മറിയില്ലേ ബോലോ യേശുക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. കൊള്ളാം, പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ അങ്കിള് അടിച്ച് പൊളിച്ച് നിങ്ങളുടെ കൂടെ മനസ്സിലായി. ബോലോ ജയ് മിൽക്കർ ജയ്. യെസ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? ക്രിസ്തു. അത് ഉറക്കെ പാടണം, ഉറക്കെ പറയണം. അതാണ് നമ്മൾ കഴിഞ്ഞ പാട്ടുകളെല്ലാം പഠിച്ചത്. അങ്ങനെയെങ്കിൽ ഈ യേശുവിന് വേണ്ടി പാടുവാൻ, യേശുവിന് വേണ്ടി ഉച്ചത്തിൽ പറയുവാൻ നമുക്കവിടെ സാധിക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കടുക് കണ്ടിട്ടുണ്ടോ? തീരെ ചെറുതാണല്ലേ, നമുക്ക് സൂക്ഷിച്ച് നോക്കണം ഇത് കാണണമെങ്കിൽ. അപ്പോൾ ഈ കടുക് മണിയെപ്പറ്റിയും നമ്മുടെ വിശ്വാസത്തെപ്പറ്റിയും യേശു പറഞ്ഞൊരു ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. യേശു എന്താ പറഞ്ഞതെന്നറിയാമോ? നമ്മളൊരു കടുകെടുത്ത് ഒരു നിലത്തിടുമ്പോൾ അത് അവിടെ കിടന്ന് മുളയ്ക്കും. അത് മുളച്ച് ശക്തി പ്രാപിച്ച് ഒരു ചെടിയായി മാറും അല്ലേ? അത് കഴിഞ്ഞ് അത് വളർന്നു വരുന്ന വലിയ മരമൊക്കെ ആവും. അതിൽ ചെറിയ കിളികളൊക്കെ വന്ന് കൂടും വയ്ക്കും. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നമ്മളുടെ വിശ്വാസം കടുക് മണിയോളം ആണെങ്കിലും ആ വിശ്വാസത്തെ വളർന്ന് വലിയ മരമായി മാറി വലിയ ശക്തിയുള്ള വിശ്വാസമാക്കി മാറ്റാൻ പറ്റുമെന്നാണ് യേശുപ്പച്ചൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം? തീരെ ചെറുതാണെങ്കിലും ആ വിശ്വാസം ഒരിക്കലും കൈവിടരുത്. അത് നമ്മൾ നിരന്തരം പ്രാർത്ഥനയോടെയും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ വളർത്തി നമുക്ക് വലിയ ദൈവത്തിലുള്ള സ്നേഹവും വിശ്വാസമാക്കി മാറ്റാൻ കഴിയും. യേശുക്രിസ്തു പറഞ്ഞ അത്രയേ ഉള്ളൂ. കടുകുമണിയോളമുള്ള വിശ്വാസമാണെങ്കിലും അത് വളർന്ന് യേശുവിലുള്ള ഉറച്ച വിശ്വാസമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസം എത്ര ചെറുതാണെങ്കിലും അതിനെ ഒരിക്കലും ചെറുതായി കാണരുത് എന്നാണ് പറഞ്ഞത്. അതിന് വളരാൻ അനുവദിക്കണം, അതിനെ നല്ല നിലത്ത് പാകുവാൻ അനുവദിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വലിയ ശക്തി പ്രാപിക്കും. ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തള്ളിപ്പറയരുത്. നമ്മൾക്ക് ദൈവത്തോടുള്ള വിശ്വാസം അടിയുറച്ചതായിരിക്കണം. ആ കടുകുമണി പോയി ഒരു നിലത്ത് വീഴുമ്പോൾ അവിടെ അതിന് വേര് കിളിർക്കും അല്ലേ? അങ്ങനെ വേര് കിളിർത്ത് അതൊരു ചെറിയ ചെടിയായി മാറി അത് വളർന്ന് വന്ന് വലിയ മരമായി മാറും അല്ലേ? അവിടെയാണ് ചെറിയ ചെറിയ കിളികളൊക്കെ വന്ന് കൂട് കൂട്ടുകയും അവർ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ സൂക്ഷിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വിശ്വാസം എത്ര ചെറുതാണെങ്കിലും അതിനെ ഒരിക്കലും ചെറുതായി കാണാതെ അതിനെ വളർത്താൻ അനുവദിച്ച് കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസമാക്കി മാറ്റുവാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ സഹോദരന്മാരുമായിട്ടും നിങ്ങളുടെ മാതാപിതാക്കളുമായും ഒക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ചെറിയ വിശ്വാസം വലിയ വിശ്വാസമായി തീരട്ടെ. അപ്പോൾ ഇതുപോലുള്ള കഥകളുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ. വേദപുസ്തകത്തിൽ പല വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആചാച്ചൻ പറഞ്ഞ കടുകുമണി, അതിൻ്റെ വളർച്ചയിലൊന്നും പ്രത്യേകതയില്ല, ചെറുതൊന്ന്. നമ്മളൊക്കെ ആണെങ്കിൽ കടുകുമണി അത് നമുക്ക് കണ്ണിൽ പെടത്തു പോലുമില്ല. എന്നാൽ ഇവിടെ കടുകുമണിയോളം വിശ്വാസം. കടുകുമണി അത് വളർന്നു വലുതാകുന്നത് പോലെ നമ്മുടെ വിശ്വാസം വളർന്നു വലുതാകണം. വിശ്വാസം ഉണ്ടോ? ഒന്ന് അന്ന് വയ്ക്കുക. പ്രതിസന്ധി വരുമ്പോൾ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കാറുണ്ടോ? പ്രയാസം വരുമ്പോൾ എന്താ ചെയ്യുന്നത്? വേദപുസ്തകം വായിക്കാറുണ്ടോ? പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി കൈകൂപ്പി നിന്ന് എല്ലാം തുറന്നു പറയാറുണ്ടോ? ഇല്ല, വിശ്വാസമില്ല. അല്ല, കടുകുമണിയോളം വിശ്വാസം. അങ്ങനെ ജീവിക്കാൻ, അത് വളർന്ന് പന്തലിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. കുക്കു, എഴുന്നേക്ക്. 6 മണിയായി കുക്കു, എഴുന്നേക്ക്. കുക്കു, നീ എഴുന്നേക്കടാ, എഴുന്നേക്ക്. 5 മിനിറ്റോടെ എഴുന്നേക്ക്. പോകാൻ സമയമായി. നീ എഴുന്നേറ്റ് വാ. എഴുന്നേക്ക്. അയ്യോ, 5 മിനിറ്റോടെ കിടക്കട്ടെ. 5 മിനിറ്റോടെ കിടന്നാൽ ശരിയാകൂല. നിനക്ക് ഇച്ചിരി ഹോംവർക്ക് കൂടെ ഒക്കെ ചെയ്ത് തീർക്കാനില്ലേ? ഇല്ല, എനിക്ക് ഹോംവർക്കൊന്നും ചെയ്യാനില്ല.
ഓർക്ക് ഇന്നലെ ചെയ്തതാ. എനിക്ക് വയ്യ, ഞാൻ 5 മിനിറ്റ് കിടന്ന് ഉറങ്ങട്ടെ. ഓ ഓ നീ നീ എഴുന്നേക്ക് ഇതാ ടീച്ചർ കുറച്ച് ഹോംവർക്ക് ഒക്കെ എഴുതി തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് നീ ഒന്ന് എഴുത്. എനിക്ക് വയ്യ, കുറച്ചുകൂടെ കിടക്കട്ടെ, കുറച്ച് കഴിയട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ ഇതുപോലെ പറയാറുണ്ട് 5 മിനിറ്റ് കൂടെ, കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞാട്ടെ, ഇപ്പം വയ്യ, പിന്നെ ആകട്ടെ. അതെ, ഇങ്ങനൊക്കെ പറഞ്ഞാൽ എന്താ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ്. പോയ സമയം തിരിച്ചു വരുമോ? പോയ സമയം തിരിച്ചു വരത്തില്ല, നാളെ വീണ്ടും സമയം വരുമല്ലോ. നാളെ വീണ്ടും സമയം വരുമല്ലോ എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഫ്രണ്ട്സ്, പോയ സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മടി കാണിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ ആ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഉള്ള സമയത്തെ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുകൊണ്ട് ആ ടൈമിനെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. മടി കാണിക്കാൻ പാടില്ല. ഇങ്ങനൊരു പഴഞ്ചൊല്ല് നീ കേട്ടില്ലേ? മടിയൻ ഡാഷ് ചുമക്കും. മടിയൻ പുസ്തകം ചുമക്കും. പുസ്തകം ചുമക്കുമെന്നല്ല, മടിയൻ മല ചുമക്കും. അത് കെട്ടി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, ഏറ്റവും നന്നായി മടി കാണിക്കാതെ മുമ്പോട്ട് പോവുക എന്നുള്ളത്. മടി കാണിക്കുന്ന കൂട്ടുകാർ ചെയ്യേണ്ട ചില ടിപ്സ് ഒന്ന് പറഞ്ഞു തരട്ടെ. നീ അങ്ങനെ ടിപ്സ് ഒക്കെ ഉപയോഗിക്കണം. ഒന്നാമത്തെ ടിപ്സ് എന്താണെന്നറിയാമോ? നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മടിയനാണെന്നുള്ള ചിന്ത കളയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. ഓക്കെ, ഞാൻ കളഞ്ഞു, ഞാൻ മടിയനല്ല. ഓക്കെ, നീ മടിയനല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. നീ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നിട്ട് ടൈം സെറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ തന്നെ ഉണരാൻ പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. ഇപ്പം അലാറം സെറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു 10 ദിവസം അലാറം സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് തന്നെ എഴുന്നേൽക്കുക. പിന്നെ അലാറം സെറ്റ് ചെയ്യാതെ തന്നെ എഴുന്നേൽക്കാൻ ഒന്ന് ട്രൈ ചെയ്യാവോ? അതെനിക്ക് പറ്റത്തില്ല. നിനക്ക് പറ്റും. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ അലാറം സെറ്റ് ചെയ്യാതെ തന്നെ നിനക്ക് എഴുന്നേൽക്കാൻ പറ്റും. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാകണമെന്നുള്ളതേ ഉള്ളൂ. റെഡി, ഞാൻ ചെയ്യാം. ഓക്കെ, ഇവൻ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. ചിലർ 8 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 12 കഴിയുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി 8 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കും. ഓക്കെ, 8 മണിക്കൂർ കഴിഞ്ഞ് ഇവൻ എഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ്, മനസ്സിനെ തന്നെ ബോധ്യപ്പെടുത്തുക ഞാൻ മടിയനല്ല എന്നുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ മടി തരുന്ന അനുഭവങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. മടി തരുന്ന ചില അനുഭവങ്ങളെന്ന് പറയുന്നത് അത് ചിലപ്പം കൂടുതൽ സമയം ഫോൺ കണ്ട് കിടന്നത് കൊണ്ട് രാത്രി 3 മണി വരെ ഫോൺ കണ്ട് കിടന്നു. അത് കഴിഞ്ഞ് എഴുന്നേൽക്കാനൊരു മടി. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. റെഡിയാണോ? യെസ്, ഞാനിനി കറക്റ്റ് ടൈമിൽ തന്നെ കടന്ന് കറക്റ്റ് ടൈമിൽ തന്നെ എഴുന്നേൽക്കും. എന്നിട്ട് നന്നായിട്ട് പഠിക്കും. ഓക്കെ, വെരി ഗുഡ്. അത് നല്ലൊരു കാര്യമാണ്. നന്നായിട്ട് പഠിക്കുമെന്നാണ് പറയുന്നത്. മടി നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈമിനെ നശിപ്പിച്ച് കളയുന്നു, നമ്മളെ ഇല്ലാതാക്കുന്നു, നമ്മളെ കുറച്ച് കളയുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ള ബോധ്യം കൂടെ ഉണ്ടാകണം. ഈ പ്രൊഡക്റ്റീവ് ടൈം നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? നഷ്ടം ആർക്കാണ്? മടി പിടിച്ചാൽ നഷ്ടം ആർക്കാണ്? എനിക്ക് മാത്രമാണ്. ഇവന് മാത്രമാണ്. അതുകൊണ്ട് മടി പിടിക്കാതെ പ്രൊഡക്റ്റീവ് ടൈമിനെ നന്നായിട്ട് ഉപയോഗിക്കാതെ നഷ്ടം നമുക്ക് മാത്രമാണെന്നുള്ള ബോധ്യത്തിൽ മനസ്സിലാക്കി ജീവിതത്തെ വിജയിപ്പിക്കാം. അതിന് തീർച്ചയായിട്ടും സഹായിക്കട്ടെ. മടിയന്മാരാകല്ലേ? മടിയന്മാരാകല്ലേ. ഇപ്പം മടിയനല്ല. മടിയന്മാരാകരുതേ. ബി അലേർട്ട്. ബൈ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഇവിടെ അച്ചായൻ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ? മടിയുണ്ടോ? എത്ര പേര് പപ്പായും മമ്മിയും സഹായിക്കുന്നുണ്ട്? എത്ര പേര് കഴിച്ച പാത്രം കഴുകി വെക്കുന്നുണ്ട്? എത്ര പേര് സ്വന്തം വസ്ത്രം മടക്കി വെക്കുന്നുണ്ട്? കണ്ടോ, എല്ലാവർക്കും മടിയാ. മടി പിടിച്ചൊരു ലോകത്തിൽ വയ്യ. പക്ഷെങ്കിൽ ബാർബിക്യൂ കിട്ടിയാൽ ഒരു മടിയില്ല, ഷവർമ കിട്ടിയാൽ മടിയില്ല. മടിയുള്ള ലോകത്തിൽ മടിയില്ലാത്ത കുഞ്ഞുങ്ങളായിത്തീരണം. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്കേ ജയമുള്ളൂ. അങ്ങനെയെങ്കിൽ മടി മാറ്റിവെച്ച് കഠിനാധ്വാനത്തെ മുഖമുദ്രയാക്കി മുമ്പോട്ട് യാത്ര ചെയ്യാം.
ദൈവമിടയാക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റ് പാടാം നേടാം. നിങ്ങൾക്കും ആഗ്രഹമില്ലയോ നിങ്ങളുടെ പാട്ടും ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യണമെന്ന്? അങ്ങനെ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് നന്നായി കാണാപ്പാഠം പഠിച്ച് മൊബൈൽ ഫോൺ ഈ വിധത്തിൽ പിടിച്ച് റെക്കോർഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അടുത്ത ആഴ്ച നിങ്ങളുടെ പാട്ടായിരിക്കാം പാടാം നേടാം എന്ന പ്രോഗ്രാമിൽ കാണാൻ സാധിക്കുന്നത്. ടിൽ ദെൻ ടാറ്റാ. My God is so big, so strong and so mighty. There's nothing my God can I do. And my God is so big, so strong and so mighty. There's nothing my God can I do. The river is here, the stars are here, the mountains are here, and then my God is so big, so strong and so mighty. There's nothing my God can I do for you.